ഞങ്ങളിവിടെ ഓസ്ട്രേലിയയിൽ എത്തിയിട്ട് ഏകദേശം ഒരു വർഷമാകുന്നു. ഞങ്ങൾ ന്യൂസിലാൻഡിൽ നിന്നാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്തത്. കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ജാനുവരിയിലാണ് ഞങ്ങളിവിടെ എത്തിയത്. അപ്പോൾ ഞങ്ങൾ ന്യൂസിലാൻഡിലായിരുന്ന സമയത്ത് സത്യത്തിൽ ഞങ്ങൾക്ക് ഓസ്ട്രേലിയയിലേക്കോ മറ്റെങ്ങോട്ടേക്കോ പോകാനുള്ള പ്ലാനൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ന്യൂസിലാൻഡ് ഭയങ്കര ഇഷ്ടമായിരുന്നേ. എന്താ പറയുക, ഭൂമിയിലെ സ്വർഗം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത്ര മനോഹാരിതമായിട്ടുള്ള അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കൺട്രിയാണ് കേട്ടോ ന്യൂസിലാൻഡ്. പക്ഷെ ഞങ്ങൾ അവിടെ ആയിരുന്നപ്പോൾ ഞങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വരണം എന്ന് ഞങ്ങൾ ആലോചിച്ചപ്പോൾ ഒരുപാട് കാരണങ്ങൾ നമുക്കതിനകത്തുണ്ട്. അപ്പോൾ അതിലൊരു കാര്യമായിരുന്നു കേട്ടോ, നമ്മുടെ നാട്ടിലെ അതേ ട്രോപ്പിക്കലായിട്ടുള്ള ഒരു ക്ലൈമറ്റ് ഇവിടെ ഉണ്ട് എന്നുള്ളത്. ന്യൂസിലാൻഡിലാണെങ്കിൽ ഭയങ്കര തണവാണ്, ഭയങ്കര തണവാണ് കേട്ടോ. അങ്ങനെ വളരെ റെയറായിട്ടേ നമുക്ക് അവിടെ ഒരു സമ്മറുള്ളൂ. സമ്മർ ആണെങ്കിലും ടോളറബിൾ ആയിട്ടുള്ള സമ്മറാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലോ നമ്മുടെ പറമ്പിലോ എന്തെങ്കിലും ഒന്ന് നടാനോ ഉണ്ടാക്കാനോ ഒക്കെ ഭയങ്കര പാടാണേ. പക്ഷേ ഇവിടെ ഓസ്ട്രേലിയയിലാണെങ്കിൽ നമ്മുടെ നാടിൻ്റെ അതേ കാലാവസ്ഥയാണ്, നമ്മുടെ കേരളത്തിൻ്റെ അതേ കാലാവസ്ഥയാണ്. സ്പെഷ്യലി ഇവിടെ ക്യൂൻസ്ലാൻഡ്, ഗോൾഡ് കോസ്റ്റ് ഏരിയയിലൊക്കെ കേട്ടോ അതേ ചൂട്. നമ്മുടെ നാട്ടിലുള്ള ഉയർന്ന അതേ താപനില ഇവിടെയും വരും. ആ ഒരു ഹ്യൂമിഡിറ്റി എല്ലാം ഉണ്ട്. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും നാട്ടിൽ നിന്ന് പോരുന്നവർ മിസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ ആഹാരങ്ങളും ആഹാര രീതികളും പച്ചക്കറികളും പഴങ്ങളും മാംസങ്ങളും മീനും അങ്ങനെയൊക്കെയാണല്ലോ. അതെല്ലാം തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. ഒരിക്കലും നമുക്ക് ആ ഒരു നാടിനെ മിസ് ചെയ്യാറില്ല. നമ്മുടെ നാട്, നമ്മുടെ ഗ്രാമം, നമ്മൾ ശീലിച്ചു പോകുന്ന ആഹാര രീതികൾ അതൊന്നും ഒരിക്കലും ഇവിടെ നമുക്ക് മിസ് ചെയ്യത്തില്ല. ഇത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഗോൾഡ് കോസ്റ്റിലുള്ള ഹാർബർ ടൗൺ എന്ന് പറഞ്ഞൊരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഷോപ്പിംഗ് മാളാണ്. അപ്പം അവിടെ തന്നെയുള്ള ഒരു വെജിറ്റബിൾ മാർക്കറ്റാണ് കേട്ടോ, ഒരു ഏഷ്യൻ ഗ്രോസറി മാർക്കറ്റാണ് ഇത്. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ എന്തൊക്കെയാണോ നമ്മുടെ നാട്ടിലുള്ളത്, ഈവൻ സീസണലി കിട്ടുന്ന നമ്മുടെ റംബുട്ടാൻ, ലിച്ചി അങ്ങനെയുള്ള സാധനങ്ങൾ പോലും ഇവിടെ ധാരാളമായിട്ടുണ്ട്. അതുപോലെ തന്നെ മുളകുകൾ, പച്ചക്കറികൾ, വെണ്ടയ്ക്ക, പാവയ്ക്ക, വഴുതനങ്ങ, വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മൾ കോമൺലി നമ്മൾ റെഗുലർലി യൂസ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും വളരെ സുലഭമായിട്ട് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ കറി ലീവ്സ്, അതുപോലെ പീച്ചിങ്ങ, ഈവൻ നമ്മുടെ നാട്ടിൽ പോലും ചിലപ്പോൾ എപ്പോഴും കിട്ടാത്ത അമ്പഴങ്ങ പോലുള്ളത് ഇന്നിപ്പോൾ ഇവിടെ ഇല്ല കേട്ടോ. അമ്പഴങ്ങ അതൊക്കെ ഞങ്ങൾ ഇവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ട് മുന്നേ. എല്ലാ സാധനങ്ങളും കിട്ടും. അപ്പം നമ്മൾ ഒരിക്കലും നമ്മുടെ നാടിനെ മിസ് ചെയ്യുന്നില്ല. നമ്മുടെ നാടിൻ്റേതായ ആ ഒരു പാരമ്പര്യം നമുക്ക് നഷ്ടപ്പെടുന്നില്ല. നമുക്കിതെല്ലാം തന്നെ എൻജോയ് ചെയ്യാം. ഒപ്പം തന്നെ ഒരു ബെറ്റർ ലൈഫ് കൂടെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇതൊക്കെ മിസ് ചെയ്യുമ്പോൾ പിന്നെ എന്തിനാണ് നിങ്ങൾ ഇവിടെയൊക്കെ വിട്ടു പോകുന്നത് എന്ന് ആർക്കാണേലും തോന്നാം. നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത് കുറച്ചുകൂടെ മെച്ചപ്പെട്ട ജീവിത രീതി, കുറച്ചുകൂടെ മെച്ചപ്പെട്ട അല്ലെങ്കിൽ ആ ഒരു അന്തരീക്ഷം നമുക്ക് മാത്രമല്ല നമ്മുടെ തലമുറകൾക്കും വരുന്ന തലമുറകൾക്കും അവരുടെ അങ്ങനെയൊക്കെയാണല്ലോ നമ്മുടെ ചിന്തകൾ. നമ്മളങ്ങനെ ചിന്തിക്കുമല്ലോ. അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടാണ് കേട്ടോ ഞങ്ങളിവിടെ എത്തിയത്. എനിവേ എനിക്കിതൊക്കെ കണ്ടപ്പം ഈവൻ ഇതാ നോക്കൂ, പാഷൻ ഫ്രൂട്ടാണ് ഇത്. ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു പഴമാണ് കേട്ടോ പാഷൻ ഫ്രൂട്ട്. എൻ്റെ വീട്ടിലാണെങ്കിൽ അതിൻ്റെ വലിയ, എൻ്റെ വീട്ടിൽ മാത്രമല്ല എൻ്റെ